എക്കോ തിയേറ്ററിൽ ഗംഭീര പ്രതികരണങ്ങളോടെ മുന്നേറുകയാണ്. മലയാളത്തിൽ ഈ അടുത്ത് വന്നിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ചിത്രം എന്നൊരു പ്രതികരണമാണ് സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ബാഹുൽ രമേശ് ആണ്. അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ തിരക്കഥയാണ് എക്കോയുടേത്. ബാഹുൽ രമേശിൻ്റെതായി മുൻപ് വന്നിട്ടുള്ള രണ്ട് തിരക്കഥകൾ കിഷ്കിന്ധ കാണ്ഡത്തിന്റേതും കേരള ക്രൈം ഫയൽസിലെ സെർച്ച് ഫോർ CPO അമ്പിളി രാജുവിൻ്റെതുമാണ്. അദ്ദേഹത്തിൻ്റെതായി വന്നിട്ടുള്ള ഈ മൂന്ന് തിരക്കഥകളും എടുത്തു നോക്കിയാൽ അതിലെല്ലാം ഒരുപാട് പ്രത്യേകതകളുണ്ട്. പ്രേക്ഷകന് ഒരുപാട് ചോദ്യങ്ങളും പ്രേക്ഷകന് ഒരുപാട് നിഗൂഢതകളും സമ്മാനിക്കുന്ന രചനകളാണ് ബാഹുൽ രമേശിൻ്റെത്. ഒരുപാട് സവിശേഷതകൾ അദ്ദേഹത്തിന്റെ എല്ലാ രചനകൾക്കുമുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഥയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന കഥാപാത്രങ്ങൾ വളരെയധികം ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അവരുടെ പ്രവർത്തികളാണെങ്കിലും അവരുടെ സ്വഭാവ സവിശേഷതകളാണെങ്കിലും ഒക്കെ വല്ലാതെ നിഗൂഢത തോന്നിക്കുന്നതായിരിക്കും. അതിപ്പോൾ എക്കോയിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തിന്റെ മൂന്ന് രചനകളിൽ നിന്ന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു 6-7 കഥാപാത്രങ്ങളുണ്ട്. അതിൽ കിഷ്കിന്ധ കാണ്ഡത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ 2 കഥാപാത്രങ്ങൾ, അജയചന്ദ്രനും അപ്പുപിള്ളയും, സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ വല്ലാതെ നിഗൂഢത തോന്നിപ്പിക്കുന്ന 2 കഥാപാത്രങ്ങളാണ്. കിഷ്കിന്ധ കാണ്ഡത്തിന്റെ പ്രത്യേകത അത് കഥാപാത്രങ്ങളുടെ പ്രകടനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുന്നൊരു സിനിമയാണ്. കഥാപാത്രങ്ങളുടെ വല്ലാത്തൊരു പെർഫോമൻസ് ആണ് ആ സിനിമയെ സ്റ്റാർട്ട് ടു എൻഡ് കൊണ്ടുപോകുന്നത്. ആസിഫ് അലിയും വിജയരാഘവനും അത് ഗംഭീരമായി ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ രചനയായ കേരള ക്രൈം ഫയൽസിലേക്ക് വന്നാൽ അതിൽ പേഴ്സണലി ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ക്യാരക്ടേഴ്സ് CPO അമ്പിളി രാജുവും അതുപോലെ അയ്യപ്പനുമാണ്. അമ്പിളി രാജുവിനെ അവതരിപ്പിച്ചത് ഇന്ദ്രൻസ് ആയിരുന്നു. അതുപോലെ അയ്യപ്പനെ ചെയ്തത് ഹരിശ്രീ അശോകനും. വളരെ കുറച്ച് സമയം മാത്രമാണ് അമ്പിളി രാജുവായിട്ട് ഇന്ദ്രൻസും അതുപോലെ അയ്യപ്പനായിട്ട് ഹരിശ്രീ അശോകനും സ്ക്രീനിൽ വരുന്നത്. പക്ഷേ ഈ 2 കഥാപാത്രങ്ങളും വളരെ പെക്യൂലിയറാണ്. പ്രേക്ഷകന് തന്നെ ആ ഒരു 2 ക്യാരക്ടേഴ്സിനോട് വല്ലാത്തൊരു ക്യൂരിയോസിറ്റി തോന്നും. തീർത്തും വിചിത്ര സ്വഭാവമുള്ള 2 കഥാപാത്രങ്ങളാണെന്ന് വേണമെങ്കിലും പറയാം. ഹരിശ്രീ അശോകനും ഇന്ദ്രൻസും ആ 2 കഥാപാത്രങ്ങളെയും ഗംഭീരമായി ചെയ്യുകയും ചെയ്തു. നമുക്ക് ആ ഒരു സീസണിലെ എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാലും ഈ 2 കഥാപാത്രങ്ങളോടും വല്ലാത്തൊരു എഫക്ഷൻ തോന്നും. അതൊരു റൈറ്റിംഗിന്റെ പ്രത്യേകതയാണ്. ബാഹുൽ അത്രയ്ക്കും ഗംഭീരമായി എഴുതിയിട്ടുമുണ്ട്. ഇപ്പൊ മൂന്നാമത് എക്കോയിലേക്ക് വന്നു കഴിഞ്ഞാൽ എക്കോയിൽ പ്രധാനമായും 3 കഥാപാത്രങ്ങൾ എടുത്തു പറയാനുണ്ട്. സന്ദീപ് ചെയ്തിട്ടുള്ള പിയൂസിൻ്റെതാണ് ഒരു കഥാപാത്രം, അതുപോലെ മ്ലാത്തിച്ചേടത്തിയുടേത് മറ്റൊരു കഥാപാത്രം, പിന്നെ കുര്യച്ചൻ്റേത്. സിനിമ കണ്ടവർക്കറിയാം ഈ 3 കഥാപാത്രങ്ങളും വല്ലാതെ നിഗൂഢത ഒളിപ്പിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ പ്രവൃത്തിയിലാണെങ്കിലും വല്ലാതെ വിചിത്ര സ്വഭാവമുള്ളവരുമാണ്. പ്രേക്ഷകൻ ഒരു പിടിയും തരാതെയാണ് ഈ കഥാപാത്രങ്ങൾ ഉടനീളം സഞ്ചരിക്കുന്നത്. സിനിമ കഴിഞ്ഞും നമ്മുടെ കൂടെ വരുന്ന കഥാപാത്രങ്ങളാണ് എക്കോയിലേതും കിഷ്കിന്ധ കാണ്ഡത്തിലേതും കേരള ക്രൈം ഫയൽസിലേതും. അത്രയും ഗംഭീരമായ അത്രയും ഷാർപ്പായിട്ടുള്ള റൈറ്റിംഗ് ആണ് ബാഹുലിൻ്റെത്. അതുകൊണ്ട് തന്നെയാണ് കഥാപാത്രങ്ങൾക്ക് ഇത്രയും മികവ്. പെർഫോമൻസിലേക്ക് അഭിനേതാക്കളെ വളരെ ആപ്റ്റായിട്ട് ചൂസ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ബാഹുൽ രമേശിന്റെ എഴുത്തിന്, ബാഹുൽ രമേശ് സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട്. മലയാളത്തിൽ തന്നെ അത്ര കണ്ടു പരിചയമല്ലാത്ത കഥാരീതിയും അതുപോലെ കഥാപാത്ര നിർമ്മിതിയുമാണ് ബാഹുലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത.